ഓക്കെ, കാണാമല്ലോ അല്ലേ? അതെ. ഓക്കെ, ഞാനിപ്പോൾ ലോഗിൻ ചെയ്തത് സിനിലിൻ്റെ ലോഗിനിലാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂസേഴ്സിന് ആക്സസ് കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ മെനു ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. യൂസേഴ്സിൽ ഇത്രയും യൂസേഴ്സാണ് ഇപ്പോൾ കറയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസറിനെ ഡിഫൈൻ ചെയ്യാം. അവരുടെ റോൾസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് താഴെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന യൂസേഴ്സിന് പ്രൊജക്റ്റിൻ്റെ ഡാഷ്ബോർഡ് കാണാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഓരോ മൊഡ്യൂൾസിലേക്കുള്ള ആക്സസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റിൽ നോ കൊടുത്തുകൊണ്ടായിരുന്നു എന്ത് ചെയ്തത്, അവർക്ക് ആ ഒരു പ്രൊജക്റ്റിന് മുകളിലൂടെ കാണിക്കാത്തത്. ഇതുപോലെ യൂസർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മിനിമലായിട്ട് അവരുടെ റെക്കോർഡ്സ് മാത്രം കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡ്സും കാണാൻ പറ്റും. യൂസർ ആവുന്ന സമയത്ത് അവർക്ക് അസൈൻ ചെയ്ത പ്രൊജക്റ്റ് അതൊക്കെയാണത് മാത്രമായിരിക്കും കാണുന്നത്. അതുപോലെ നെക്സ്റ്റ് ടൈം ഷീറ്റിൻ്റെ കേസിൽ അതുപോലെ തന്നെ ഓൺ ടൈം ഷീറ്റ് ഉണ്ടായിരിക്കും, ഓൾ ടൈം ഷീറ്റ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. നമ്മൾ യൂസേഴ്സിന് എന്ത് ചെയ്താൽ മതി, ഓൺ ടൈം ഷീറ്റ് കൊടുത്താൽ മതി. സോ അവർ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിലെ ടൈം ഷീറ്റ് അവർക്ക് കാണാൻ പറ്റും, അവരുടെ ആഡ് ചെയ്യുന്നത് മാത്രം. സോ അതായിരുന്നു നേരത്തെ ആ ഒരു യൂസേഴ്സിന്, ഈ പറയുന്ന യൂസേഴ്സിനൊന്നും പ്രൊജക്റ്റ് കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ബാസ് ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റിൽ യൂസർ കൊടുത്തിട്ടുണ്ട്, ടൈം ഷീറ്റിൽ യൂസർ ഓൺ ഡോക്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആൾക്ക് അസൈൻ ചെയ്ത പ്രൊജക്റ്റ് മാത്രം കാണാൻ പറ്റും, ആൾ ക്രിയേറ്റ് ചെയ്ത ടൈം ഷീറ്റ് മാത്രം ആൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ യൂസറിൻ്റെ ആക്സസ് മാനേജ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ദെൻ ഇവരുടെ പാസ്വേഡ് മാറ്റുന്ന എനിക്ക് തോന്നുന്നു നെസർക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാസ്വേഡ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ദെൻ കൊടുത്തുള്ള ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ മെയിൽസും സെൻഡ് ചെയ്യാൻ പറ്റും. അവരുടെ ഇമെയിലിലേക്ക് എന്ത് ആയിക്കോളും, ലോഗിൻ്റെ അതൊന്ന് സെൻഡ് ചെയ്യുമോ ജസ്റ്റ് ഒന്ന്? ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്? ആ കറക്റ്റ്. സെറ്റ് ചെയ്യാൻ ഔട്ട്ഗോയിങ് മെയിൽ സെർവർ കോൺഫിഗർ ചെയ്യണം. അതെ അതെ അതെ, അതില് അത് അവരുടെ പാസ്വേഡ് കിട്ടണം, നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അതെ, മെയില് കിട്ടണം, മെയിലിന്റെ ഔട്ട് ബോക്സ് മെത്തേഡ് അത് നമുക്ക് എങ്ങനെ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് സെറ്റിങ്സിൽ ജസ്റ്റ് നോക്കണ്ടേ, സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് ഗോയിങ് ഇമെയിൽ സെർവർ 0 ഉണ്ടാവും. ഓക്കെ, സോ ഈ ഔട്ട് ഗോയിങ് ഇമെയിൽ സെർവറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു മെയിൽ സെർവർ സെറ്റപ്പ് ചെയ്യും. നിങ്ങളുടെ കമ്പനി നെയിം കൊടുക്കാം, കെല്ലി കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, മെയിലും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ്, യൂസർ നെയിം ആയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡ് ആയിട്ട് നമ്മുടെ ജിമെയിലിൻ്റെ ആപ്പ് പാസ്വേഡ് സെറ്റപ്പ് ചെയ്യില്ലേ, ജിമെയിലിനകത്ത് ആപ്പ് പാസ്വേഡ് സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു പാസ്വേഡ് കൊടുക്കാം. അതുപോലെ SSL/DLS സെക്യൂരിറ്റിയും കൊടുക്കാം. SMTP സെർവർ smtp.gmail.com ആയിരിക്കും ഇതിലുണ്ടായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജിമെയിൽ ആണെന്നുണ്ടെങ്കിൽ ജിമെയിലാണ് SMTP സെർവർ വരുന്നുണ്ടായിരിക്കാം. ഇത് സെറ്റപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡുവിനകത്ത് നിന്ന് നമുക്ക് യൂസേഴ്സിന് മെയിൽ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും മെയിൽ ഐ ഡിയുടെ അതെ അതെ അതെ. സോ ആ ഒരു മെയിലിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, യൂസേഴ്സിന് മെയിൽസ് പോകുന്നുണ്ടായിരിക്കാം. അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയാസിലും യൂസേഴ്സിനായിട്ടുള്ള മെയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് യൂസർ കോൺഫിഗറേഷൻസിൽ വരുന്നത്. ദെൻ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തെല്ലാം ടാസ്കുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ ഒരു പ്രൊജക്റ്റിനകത്ത് പോയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റിനകത്ത് അതിൻ്റെ ടാസ്ക് എന്താണ്, കസ്റ്റമർ ഏത് കസ്റ്റമറിൻ്റെ പ്രൊജക്റ്റാണിത്, അതുപോലെ ഇതിൻ്റെ പ്രൊജക്ട് മാനേജർ ആരാണ്, ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മാർക്കറ്റിംഗ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാഗായിട്ട് നമുക്ക് സോഷ്യൽ മാർക്കറ്റിംഗ് കൊടുക്കാം. ഹലോ ഒരു പ്രൊജക്ട് ഇപ്പൊ സിനിൽ നിങ്ങളൊരു ലൈവ് പ്രൊജക്ട് നിങ്ങൾ ഇൻഫർമേഷൻ പറയാൻ ഞങ്ങളോട് എൻട്രി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നാളെ നോക്കുമ്പോ അത് നോക്കിയാൽ വേഗം മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ലൈവ് ഒരു കറക്റ്റ് ഒരു പ്രൊജക്ട്, ഒരു ജെന്യൂൻ പ്രൊജക്ട്, അതെ അത് കറക്റ്റ് എൻട്രി ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്.
നമ്മളിപ്പോ ഇപ്പോ എങ്ങനെ ചെയ്ത് വെച്ചാല് നമുക്ക് നിങ്ങൾ ഇപ്പൊ വേണ്ടത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളിതിൽ എൻ്റർ ചെയ്യാം. അല്ല നമ്മളെ ഇപ്പൊ നമ്മൾ നേരെ എന്താ ചെയ്ത് വെച്ചാല് നമ്മള് കലണ്ടർ ഉണ്ടല്ലോ അവിടെ, ആ കലണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതായത് ഇപ്പോ നമുക്ക് ഓൾറെഡി കോണ്ടന്റ് കലണ്ടർ ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഓൾ കെയറിന്റെ കണ്ടന്റ് കലണ്ടർ, ഓൾ കെയർ ഒന്ന് എടുക്കും അതില്. എന്തായിരുന്നു? ഓൾ കെയർ ആണോ? ആ പ്രൊജക്റ്റില് ഓൾ കെയർ, ഓക്കെ. അതാ മൂന്നാമത്തെ. ഇതില് നമ്മള് അവരെ സൈഡിലുള്ള കലണ്ടർ ഇല്ലേ, നമ്മളെന്താ ചെയ്ത് വെച്ചാല് കലണ്ടറിൽ പോയി ആഡ് ഓൺ ചെയ്ത് അതായത് ഓരോ ടാസ്കുകളും കലണ്ടറിൽ പോയിട്ട് ആഡ് ചെയ്തു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ടാസ്കിലോട്ട് വന്നു. ഓക്കെ അതായത് നമുക്ക് ഓക്കെ. ഓൾറെഡി കണ്ടന്റ് കലണ്ടർ ഉണ്ട് ജൂണത്തെ. അപ്പൊ അത് ആ ആ ഏതൊക്കെയാണ് ദിവസം പോകേണ്ടതെന്ന് കറക്റ്റ് നമ്മൾ കലണ്ടറിൽ ആഡ് ചെയ്തു. അപ്പൊ അത് നമുക്ക് ടാസ്ക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ആ ഡേറ്റ് ആണെന്നുള്ള രീതിയിൽ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫജർ മനസ്സിലായോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ സുനിൽ? ആ ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോ ജൂണത്തെ കണ്ടന്റ് കലണ്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ഓക്കെ, ആ കലണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്യോ സൈഡില്. ഉം. ഓക്കെ, ഇതിൽ കണ്ടോ നമ്മൾ ഓരോ ദിവസം പോകേണ്ടത് നമ്മൾ ഇതിൽ ആഡ് ഉം. ചെയ്ത്, ഉം. 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 അതായത് സ്റ്റോറി പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തപ്പോ ഉം. കറക്റ്റ് ആയിട്ട് നമ്മളെ ടാസ്ക് ഷീറ്റിലോട്ട് എന്ത് ചെയ്തു, അതെ ഇത് വന്നു. അതെ. നമ്മൾ അതിൽ തന്നെ അസൈൻ ചെയ്തു. അതായത് ഈ കലണ്ടറിൽ ആഡ് ചെയ്തപ്പോ ആർക്കാണെന്നുള്ള രീതിയിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തു. കാണിച്ചും ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പൊ അതങ്ങനെ നമുക്ക് വന്നു. നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അതായത് നമുക്ക് എല്ലാ മാസവും നമ്മൾ കറക്റ്റ് ആയിട്ട് കോണ്ടന്റ് കലണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഉം. ഒരു എല്ലാ മാസം പകുതി 28 ആകുമ്പോൾ നമ്മള് മീറ്റിംഗ് ഉള്ളതാണ്. ഉം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഉം. നമുക്കത് കറക്റ്റ് ആയിട്ട് ടാസ്ക് ആയിട്ട് വരുമല്ലോ. ഓക്കെ. അങ്ങനെ ചെയ്തൂടെ? അതെ, ഇതിപ്പോ നിങ്ങളിപ്പോ ഈ കൊടുത്ത ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഇതിലൊരു മിസ്സിംഗ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഉം. ഇതിപ്പോ നമ്മുടെ ജൂൺ മന്തിലുള്ള കോണ്ടന്റ് കാലണ്ടർ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ അതെ. നിങ്ങളുടെ എല്ലാ ക്ലയൻസിന്റെയും കോണ്ടന്റ് പ്ലാൻ നിങ്ങളോട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇല്ല, ഇതില് നമ്മള് ഇല്ല, പ്രൊജക്ട് അനുസരിച്ച് ചെയ്തേ. അതെ, പ്രോജക്റ്റ് അനുസരിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെ ഓപ്ഷൻ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്തു, ഓൾ ടാസ്ക് എന്ന് പറയുന്ന മെനുവിൽ പോയി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാതെ നമ്മളുടെ ഓൾ കോണ്ടന്റ്, അതായത് ഇപ്പം ടാസ്ക് നിങ്ങൾ കോണ്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ഓൾ ടാസ്കിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, കലണ്ടർ വ്യൂ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്ട് വൈസ് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഓൾ കെയറിന്റെ മാത്രം കാണുന്നത് എനിക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓൾ കെയറിന്റെ മാത്രം കാണാൻ പറ്റും. ഇനിയിപ്പം ലമേരെ മാത്രം കാണണമെങ്കിൽ ലമേരെ മാത്രം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമറിന് ബേസിൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് വിചാരിക്കാം. മേ ബി ഒരു കസ്റ്റമറിന് ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന 2 പ്രൊജക്റ്റും ഒരു സിംഗിൾ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. കസ്റ്റമർ എ എന്ന് പറയുന്ന കസ്റ്റമർ ആണെന്ന് വിചാരിക്കാം. സോ ആ ഒരു കേസിൽ നമുക്ക് ഇവിടെ കസ്റ്റമറിന്റെ ബേസിൽ നമുക്ക് ഇവിടെ ഒരു കസ്റ്റം ഫിൽറ്റർ കൊടുത്തിട്ട് കസ്റ്റമറിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ബേസിലുള്ള ഓൾ കെയർ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഓൾ കെയറിന്റെ ബേസിലുള്ള ടാസ്കുകൾ മാത്രം ഇവിടെ കാണിക്കും, കോണ്ടന്റ് മാത്രം കാണിക്കും. പക്ഷെ ഇപ്പൊ കറന്റ് എന്താ, ഹലോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഇവര് ഈ ഒരു പ്രൊജക്റ്റില് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ വരാത്തത്. അതെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തു കേട്ടോ. അതിലേക്ക് ഞാൻ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു കസ്റ്റമറിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മേ ബി ഒരു കസ്റ്റമറിന് അഗേൻസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കസ്റ്റമറിന്റെ കംപ്ലീറ്റ് പ്ലാൻ അറിയണം, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്ലാൻ കസ്റ്റമറിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കസ്റ്റമറിനെ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ ഈ കംപ്ലീറ്റ്ലി പ്രൊജക്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഈ പ്രൊജക്റ്റിന്റെ നെയിമായിട്ട് കൊടുക്കുന്ന ഇതുപോലെ തന്നെ ജസ്റ്റ് ഈ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഇവിടെ കസ്റ്റമറിന്റെ നെയിമിനും കൊടുക്കാം. ജസ്റ്റ് നെയിം കൊടുത്തിട്ട് എന്ത് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കസ്റ്റമർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ. ബാക്കി നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. ഇതിൻ്റെ ബേസിലേക്ക് ഒന്നും കൂടെ ഈ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സെർച്ചിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വൃത്തിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫജർ ബ്രോ, നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു കസ്റ്റമർ ഓപ്ഷൻ നമുക്ക് ശരിക്ക് ഒരു ആവശ്യമില്ലായിരിക്കും. കാരണം എന്താ വെച്ചാൽ പ്രൊജക്റ്റ് ആണ് നമ്മുടെ കസ്റ്റമർ. ഓക്കെ. അതായത് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഇട്ടാൽ നല്ലതാണ്. ഇതില്ലാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മേ ബി ഒരു വലിയൊരു ക്ലയന്റ് വന്നു, അവർക്ക് മൾട്ടിപ്പിൾ
ബ്രാഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് വരുന്നുണ്ട്, അതിന്റെ കംപ്ലീറ്റ് വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനെ ഒരു ഞങ്ങൾ ഓപ്ഷൻ മനസ്സിലായി, കാണിച്ചിരുന്നത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഓൾ ടാസ്കിൽ പോയിട്ട് പിന്നെ കോണ്ടന്റ് കലണ്ടർ എടുത്താല് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അതെ, അപ്പൊ അതില് നമുക്ക് ഓൾ കെയർ മാത്രം സോർട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ കസ്റ്റമർ ആയിട്ട് ആഡ് കസ്റ്റമറെ സെലക്ട് ഓൺ ചെയ്യണം. കറന്റ് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവിടെ പ്രൊജക്ട് വെച്ച് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഓൾ കെയർ മാത്രം കൊടുത്താൽ ആ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൾ കെയർ മാത്രം സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഉം, പോലെ ഉം, മേ ബി ഫ്യൂച്ചറിൽ ഒരു ബൾക്കായിട്ട് വലിയൊരു ക്ലയന്റ് വന്നു, അവർക്ക് മൾട്ടിപ്പിൾ പ്രൊജക്ട് വരുന്നുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു കസ്റ്റമർ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ കറന്റ് നമുക്ക് മനസ്സിലായി മാത്രമേ ഉള്ളൂ. പക്ഷെ ഫ്യൂച്ചറിൽ മേ ബി ഒരു 100+ പ്രൊജക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി സെർച്ചിങ് ഒക്കെ ഒന്നുകൂടി ഫിൽറ്ററിങ് നമ്മളിത് യൂസ് ചെയ്യുന്ന ഒന്ന് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് അപ്പൊ മുകളിൽ നമ്മൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്താൽ മതി. കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഞാനിപ്പം ഓൾ കെയർ കൊടുത്തു, എന്നിട്ട് കസ്റ്റമർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ കെയറിന്റെ മാത്രം വരും. ഇപ്പൊ കറന്റ് വരാത്തത് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, സെറ്റ് ചെയ്യാം. ഓക്കെ, അതായിരുന്നു എനിക്ക് ഒന്ന് ആഡ് വേണ്ടി ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള നിങ്ങൾ ചെയ്ത മെത്തേഡ്സ് ഓക്കെയാണ്. പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പ്രൊജക്റ്റിൽ നിങ്ങളിപ്പോൾ കറന്റ് കൊടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലയൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊജക്റ്റിന്റെ സ്റ്റേജസ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല. ഓക്കെ, ഞാൻ ടു ഡു കൊടുത്തു, ഇൻ പ്രോഗ്രസ് കൊടുത്തു. ഞാനത് ഡിലീറ്റ് ചെയ്തതാ, കാരണം നമ്മൾ ലെമേറ ടച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ആ അതിൽ പിന്നെ ഡു ഇൻ പ്രോഗ്രസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മനസ്സിലായി. ഞാൻ ഈ പ്രോജക്റ്റ് അപ്പൊ അത് നമുക്ക് ക്ലൈന്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ ടു ഡു കൊടുത്തു. ഇപ്പം ഈ ടു ഡു എപ്പോഴും ഫോൾഡ് ആയി കിടക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോൾഡഡ് എനേബിൾ ചെയ്തുകൊണ്ടാണ്. ഇത് നമുക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഫുൾ ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൽ തന്നെ വന്നു. ഡബിൾക്ക് മറ്റേ ടെംപ്ലേറ്റിന്റെ കേസ് ഒന്ന് പറഞ്ഞോ. സ്റ്റേജസിന്റെ ടെംപ്ലേറ്റ് ഇല്ലേ നമ്മളന്ന്? അത് മനസ്സിലായി. അതെന്താ കാരണം ഇവര് ഓരോ ക്ലയന്റ് ഓരോ ഇതല്ല, അപ്പൊ സ്റ്റേജസ് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഈസി. അത് ശരിയാ. അപ്പൊ ഓരോന്നിനും കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായി. നമുക്കിപ്പം ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ടാസ്കുകളൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സാമ്പിൾസ് കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇത്ര സ്റ്റേജസ് വരുന്നുണ്ടാവും. ജസ്റ്റ് യൂസ് ദിസ് ഫോർ മൈ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഡിഫോൾട്ട് ആയിട്ട് സ്റ്റേജർ വന്നോളൂ. ഓക്കെ, പിന്നെ ടാസ്ക് ക്രിയേറ്റ് എന്ന് പറയുന്നത് ഓക്കെയാണ്. പ്രൊജക്റ്റിൻ്റെ ക്രിയേഷൻ, ടാസ്കിൻ്റെ സ്റ്റേജ് മാനേജ് ചെയ്യുന്നത്. ഇപ്പം ടാസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാസ്കിൻ്റെ സ്റ്റേജ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഓരോ ടാസ്കിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം കറന്റ് ഈ സ്റ്റേജിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഈ ടാസ്ക് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഈ വീഡിയോ നിൽക്കുന്നത്, അതിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിവ്യൂവിലാണോ. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റേജസ് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ടാഗ്, ഈ ടാഗിൻ്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്കൊരു ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടാഗ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ എംപ്ലോയീസിന് ടൈം ഷീറ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ വീഡിയോ പ്രസന്റേഷൻ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് അതിൽ ആഡ് ചെയ്യുന്ന ടൈം ഷീറ്റ് എത്രയാണ് കാര്യങ്ങൾ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ അറ്റ് ദ എൻഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഓരോ എംപ്ലോയീസും കൺസ്യൂം ചെയ്ത ഹവേഴ്സ് എത്രയാണ് ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈം ഷീറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് ഓൾ ടൈം ഷീറ്റ് എടുക്കാം. നമുക്കിവിടെ എന്ത് ചെയ്യാം, പ്രൊജക്റ്റിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആക്റ്റീവ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് ടോട്ടൽ ഹവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത് 1 മണിക്കൂറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് പ്രൊജക്റ്റിൽ ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ പ്രൊജക്റ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് ഏരിയാസ് ആണ്. റിപ്പോർട്ടിംഗ് ഏരിയാസിൽ വന്ന് ടാസ്ക് അനാലിസിസ് വരുന്നുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ക്ലയൻസ് അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ കറൻ്റ് ഇത് ഓരോന്നും ഓരോ പ്രൊജക്റ്റാണ്. ഇതിനകത്തുള്ള ടാസ്കിൻ്റെ അക്കൗണ്ട്, പിന്നെ കംപ്ലീറ്റ് ആയത് എത്രയാണ്, ഇത് ടാസ്കിൻ്റെ സ്റ്റേജസ് ആയി കാണിക്കുന്നത്. ടാസ്ക് ഡൺ, പോസ്റ്റഡ്, ഡെലിവേർഡ്, കംപ്ലീറ്റ് ആയിട്ടുള്ളതിൻ്റെ സ്റ്റേജസ് കാരണം കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ പിവോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹവേഴ്സ്, എത്ര ഹവറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രൊജക്റ്റാണ്, ഏതൊക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റേഴ്സും ഗ്രൂപ്പ് യൂസ് നമുക്ക് ഇതുപോലെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫജർ ബ്രോ, ഈ റിപ്പോർട്ടിങ്ങിൽ ഇപ്പൊ ഈ പൈവോട്ട് ടേബിളിൽ നമുക്ക് ഒരു ക്ലയന്റിന്
ഓക്കെ ഇപ്പൊ മന്ത്ലി നമ്മളൊരു 8 റീൽസും ഒരു 10 പോസ്റ്റേഴ്സും ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓക്കെ അപ്പൊ അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എത്ര പോസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര വീഡിയോസ് നമ്മൾ ഡൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡാറ്റ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാൻ നോക്കി, എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. അതെനിക്ക് തോന്നുന്നു നമുക്ക് പിവോട്ടിലേക്ക് പോകുന്നതിനെക്കാട്ട് ഒന്നും കൂടി എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊജക്ട് ഡാഷ്ബോർഡിൽ ഡാഷ്ബോർഡിൽ എടുക്കുന്നതാണ്. അതായത് നമുക്ക് ഈ ലിസ്റ്റ് വ്യൂവിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഓൾ കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ടാസ്കുകൾ വരുന്നുണ്ട്, 18 ടാസ്ക് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഈ 18 ടാസ്കിൽ നമുക്ക് ലിസ്റ്റ് വ്യൂവിലൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ബൈ സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിന് കൗണ്ട് കിട്ടും. ടാസ്ക് ടു ഡൂവിൽ എത്ര ക്വാണ്ടിറ്റി എത്ര കൗണ്ട് ഉണ്ട്, ഓക്കെ. എത്ര ഉണ്ട്, ഡൺ ആയത് എത്ര ഉണ്ട്. ഓക്കെ. ഇവിടെ അതിൽ വീണ്ടും നമുക്ക് സാഗ്രിഗേഷൻ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ അതെ അതെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീൽസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 16 ടാസ്ക് ഉണ്ട്. ഞാനിപ്പോൾ ഈ പോസ്റ്റേഴ്സിനെല്ലാം ടാഗ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, പോസ്റ്റർ കൊടുത്തു. ഓക്കെ. പോസ്റ്റ് ഇതിന്റെ ഒരു പർപ്പസ് ഞാൻ കാണിച്ചു തരാം. പോസ്റ്റർ ആണ്. ദെൻ നമുക്ക് വേറെ റീൽസ് വരുന്നുണ്ട്. ആ ടാഗ് വെച്ച് ഫിൽട്ടർ ചെയ്യല്ലേ? അതെ അതെ ഓക്കെ. നമ്മൾ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ടാഗ് ആഡ് ചെയ്യണം അല്ലേ? അതെ ഞാൻ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇതിൽ ഗ്രൂപ്പ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ടാസ്കിൽ 14 ടാസ്ക് ഉണ്ട്. 14 ടാസ്കിൽ 2 എണ്ണം പോസ്റ്ററാണ്, 2 എണ്ണം റീലാണ്. ഓക്കെ. ഡൺ ഡൺ ഡൺ. ഉള്ളത് 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നും ടാഗ് ഒന്നും കൊടുക്കാത്ത കൊണ്ട് 2 നടക്കുന്നത്. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, സ്റ്റോറി ആണോ റീൽസ് ആണോ പോസ്റ്റർ ആണോ എന്നുള്ളതിന്റെ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം ഒരു മാസത്തേക്കുള്ളത് അല്ലേ? ഇനി എല്ലാ ടാസ്കും ഇപ്പൊ ജൂൺ ജൂലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരില്ലല്ലോ? അതും കാണിക്കാൻ പറ്റും. നമുക്കിപ്പം ഇവിടെ ടാസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ കറന്റ് ഓപ്പൺ ടാസ്കുകളാണ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഡേറ്റ് വെച്ച് ഫിൽട്ടർ ചെയ്യാം. അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇയർ മന്ത് ഇതിൽ കൊടുത്തു. എന്നിട്ട് ലിസ്റ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2026 ജൂണിലേക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 18 ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ മന്തിനും കാണുന്നുണ്ടെങ്കിൽ ഓരോ മന്തിൻ്റെ കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 2026 ജൂണിൽ എനിക്കുള്ള ഗ്രൂപ്പ് ഇത് കൊടുത്തു, സ്റ്റേജ് കൊടുത്തു, ടാഗ് കൊടുത്തു. ഈ രീതിയിൽ ഫിൽട്ടർ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ? അതെ അതെ, ഓരോ ക്ലയന്റിനും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ കെയർ എന്ന് പറഞ്ഞ കസ്റ്റമറിന് സെർച്ച് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കറന്റ് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൾ കെയർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. അതെ അതെ. ഇനി അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് എടുക്കാൻ പറ്റും. 2026 ജൂൺ മന്തിൽ ടാസ്ക്, അതിൽ എത്ര പോസ്റ്റർ, എത്ര റീൽസ്. ഈ സെർച്ച് ബാർ വെച്ച് നിങ്ങൾക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ടാവും. നമുക്ക് എക്സലിലേക്കോ അല്ലെങ്കിൽ PDF-ലോ പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്, റിപ്പോർട്ടിംഗ് പർപ്പസിനാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ പ്രോഗ്രസ്, ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും തോന്നുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോസ്റ്ററിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവർക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എത്രയാണ് ഇതിന്റെ പ്രോഗ്രസ് എത്രയാണ് അല്ലെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ടൈം ഷീറ്റ്, ഇതിന് സബ് ടാസ്കുകൾ, എക്സ്ട്രാ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഡാഷ്ബോർഡിന് വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടോ അതോ ഇതിന്റെ കൂടെ തന്നെ? ഡാഷ്ബോർഡ് അതായത് നമ്മളിപ്പോ ഒരു എൻഡ് ഓഫ് ദി ഡേ ആരൊക്കെ ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ ഒരു കിട്ടുമോ? നേരെ ടാസ്ക് എടുത്തിട്ട് നമുക്ക് അതിൽ ഫിൽട്ടർ ചെയ്താൽ മതി. ഇപ്പം ഓൾ ടാസ്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ എംപ്ലോയി വൈസ് ഗ്രൂപ്പ് ചെയ്യാം. എംപ്ലോയി മീൻസ് അസൈനീസ് ആണ്. അസൈൻ കൊടുക്കുക, അതിന്റെ സ്റ്റേജ് കൊടുക്കുക. ഓക്കെ, ഇപ്പം അബി എന്ന് പറയുന്ന എംപ്ലോയിക്ക് ഇൻ പ്രോഗ്രസിൽ ഒന്നുണ്ട്, ടാസ്ക് എന്ന് പറയുന്ന സ്റ്റേജിൽ ഒന്നുണ്ട്, ടാസ്ക് 6 ഒന്നുണ്ട്, പോസ്റ്റഡ് ഒന്നുണ്ട്. പിന്നെ സ്റ്റേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റേജസ് ഒന്ന് പ്രോപ്പർ ആയിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ കറക്റ്റ് കിട്ടും. ഇപ്പോൾ ബാസിത്തിന് 12 ടാസ്ക് ഉണ്ട്, അതിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാസ്ക് 7, ടാസ്ക് 5 ഇതിന്റെ പേര് കറക്റ്റ് കൊടുക്കാതെയാണ് അങ്ങനെ കാണുന്നത്. ഇതിപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാസിത്തിന് ഇൻ പ്രോഗ്രസിൽ എത്രയുണ്ട്, കംപ്ലീറ്റഡിൽ എത്രയുണ്ട്, ടു ഡൂയിൽ എത്രയുണ്ട്, രീതിയിൽ കാണാൻ പറ്റും. പിന്നെ എന്ത് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കറന്റ് ഡേറ്റ് വിളിച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് അവർക്ക് അയക്കണതോ?
എങ്ങനെ? റിപ്പോർട്ടിങ് അതിന്റെ ആവശ്യം ഉണ്ടാവോ ഇനി? ഉം, ഇതില് റിപ്പോർട്ട് ആയിട്ട് ഇപ്പൊ അവരിപ്പോ ലോഗ് ഔട്ട് ചെയ്യുന്ന ടൈമില് ഉം. റിപ്പോർട്ടായിട്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? റിപ്പോർട്ടായിട്ട് ഇപ്പം അങ്ങനെ. ഇതിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ ആതിര എന്ന് പറയുന്ന യൂസറിന്റെ പാസ്വേഡ് അറിയോ? 1 2 3. ആതിര 1 2 3 പക്ഷെ അതിന്റെ ഇല്ല, അല്ല അതിന്റെ പേരാവൂല, പേരല്ല, മെയിലല്ലേ? മെയിലാണോ കൊടുത്തത്? മെയിലാണ്. ആ ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാൻ വേറൊരു യൂസർ ഞാനിപ്പോൾ കാണിച്ചു നിങ്ങളെ ഇപ്പോൾ ജംഷീർ ലോഗിൻ ചെയ്താലും അല്ലെങ്കിൽ സിനി ലോഗിൻ ചെയ്താലും അഡ്മിൻസ് ആണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാം, അതെ അതെ അതെ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന വ്യൂ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ബാസിത്തിൽ ടാസ്ക് കുറവാണ്, ആതിരയിലെടുക്കാം. ആതിരന്റെ മെയിൽ ഐ ഡി ഞാൻ കോപ്പി യൂസ് ചെയ്താൽ മതിയോ? ചെയ്ത് കിട്ടിയല്ലോ. കിട്ടിയോ? ഓക്കെ. ഞാനിപ്പോൾ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ടാസ്ക് എടുത്തു. ഇവിടെ ഇപ്പം ആതിരക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. എക്സാമ്പിൾ ഇതിലെടുത്തു കഴിഞ്ഞാൽ ആതിര ഉണ്ടായിരിക്കും. ആതിര ഇതിൽ ആതിരനെ കൊടുത്തിട്ടില്ലല്ലോ. ആക്സസും ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും മേ ബി, അതുകൊണ്ടാണ്. സോ ആ ഒരു ടാസ്ക് മീൻസ് യൂസർ ലെവലിൽ കൊടുക്കുന്നത് നമ്മൾ യൂസറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവരുടെ ഈ ടാസ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മൈ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് അവിടെ കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതിൽ ആൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഗ്രൂപ്പ് ബൈ സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് കൊടുത്തതിൽ എത്ര ടാസ്ക് ടു ഡൂലുണ്ട്, ഇൻ പ്രോഗ്രസ്സിലുണ്ട്, കംപ്ലീറ്റഡിലുള്ള ആൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അഡ്മിൻസിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു മിനിമം ലെവൽ യൂസറിൽ അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് മാത്രം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ അവർ ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കത് പ്രോപ്പറായിട്ട് അതെ എൻ്റെ സൈഡിൽ ഇത്ര പെൻഡിങ് ഉണ്ട്, ഞാൻ ഇത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അത് റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാ എംപ്ലോയീസിനും സെപ്പറേറ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓൾ ടാസ്കിൽ പോയിട്ട് ഇപ്പം ഓരോ എംപ്ലോയി വൈസ് സെർച്ച് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ആതിരയാണെന്നുണ്ടെങ്കിൽ ആതിര എന്ന് പറയുന്ന അസൈനിക്ക് കൊടുത്തിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും ഇതിൽ. ഇത് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ബൈ സ്റ്റേജ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പ്രോജക്റ്റ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് ബൈ പ്രോജക്റ്റും സ്റ്റേജും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ സോറി ഈ യൂസറിന് എക്സ്പോർട്ട് ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് നമ്മൾ യൂസറായിട്ട് ലോഗിൻ ചെയ്തിട്ടുള്ള ഞാനൊന്ന് അഡ്മിനിൽ സിനിൽ ലോഗിൻ ചെയ്യാം. 1 2 3 ഇത് വൈകിട്ട് അവർക്ക് റിപ്പോർട്ട് ലോഗ് ഓഫ് ചെയ്യുന്ന ടൈമല്ലേ അത് മനസ്സിലാവും. ഒരു ആ ദിവസത്തെ ഇതെന്നുള്ള അവർ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആതിരയിൽ ഞാൻ വന്നിട്ട് ആതിര എന്ന് പറയുന്ന എംപ്ലോയി ആൾക്കിപ്പം ഇന്ന സ്റ്റേജിലാണ് വർക്ക് കിടക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് സ്റ്റേജ് ഡൈമസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് വേണം ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പം പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ അസൈനി ഉണ്ട്, ടൈം സ്പെൻഡ് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പ്രോഗ്രസ് വേണം കൊടുക്കാം, പ്രയോറിറ്റി ആവശ്യമില്ല, ആക്ടിവിറ്റി വേണ്ട, ടാഗ് വേണ്ട, സ്റ്റേജ് ഓക്കെ സ്റ്റേജ് കൊടുത്തു. ഓക്കെ, ഞാനിതൊന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ഞാൻ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി റിപ്പോർട്ട് കൊടുത്തു. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഡെയിലി റിപ്പോർട്ട് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഞാനിപ്പോൾ ഓരോന്നിങ്ങനെ മാനുവലി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഫോർ ഞാനിപ്പോൾ ആക്ഷൻ കൊടുത്ത് എക്സ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡെയിലി റിപ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫീൽഡുകൾ മാത്രം വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡാണ് വേണ്ടത് അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഫീൽഡിലൂടെ സേവ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സലിലേക്ക് ഫയൽ കിട്ടുന്നുണ്ടാവും. ജസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആതിര എന്ന് പറയുന്ന യൂസറിന് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്റ്റേജ് ഏതിലാണുള്ളത്, അതിൻ്റെ പ്രോഗ്രസ് എന്താണ്. ഓക്കെ, ഈ രീതിയിൽ എക്സൽസ് ആക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ അസൈനീസിന് ഷെയർ ചെയ്യാൻ പറ്റും. ബട്ട് ഇതിലിപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ രീതിയിലെല്ലാം ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ടുള്ള ഒരു നിങ്ങൾക്ക് പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ODERP നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് യൂസേഴ്സിൻ്റെ ഏരിയയിൽ അത്
അവർ ഫോളോ ചെയ്ത് പോകുന്ന രീതിയിൽ നിങ്ങൾ അവരെ മാറ്റിയെടുക്കണം. പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് അത് ആ ഒരു രീതിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിങ്ങും കാര്യങ്ങളും സിസ്റ്റം ത്രൂ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഈ കവറപ്പ് ചെയ്ത ഏരിയാസിൽ നിങ്ങളുടെ ബിസിനസ് സെനാരിയോ ആയിട്ട് മിസ്സിംഗ് ഏതെങ്കിലും പാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്കൊന്ന് ഏകദേശം കവർ ആണ് നമ്മുടെ ഡെയിലി ടാസ്കുകളും കാര്യങ്ങളൊക്കെ. ഇനി അത് ഇന്നിപ്പോ അവർക്ക്, അതായത് നമ്മുടെ സ്റ്റാഫിന് അവർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, അവരെ ഇന്റർഫേസ് മനസ്സിലായി. ആയിരുന്നില്ല. അപ്പം ഇനി അവര് കൂടെ ചെയ്യല് സ്റ്റാർട്ട് ചെയ്താലും നമുക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. മനസ്സിലെ അതെ അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഓപ്പറേഷൻസിൻ്റെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡാറ്റ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് എവിടെയെങ്കിലും സ്റ്റക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ പിങ് ചെയ്താൽ മതി. നമ്മൾ ഓൺ കോൾ സപ്പോർട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് സോർട്ട് ചെയ്ത് പോകാം. ഓക്കെ, മെയിനായിട്ട് നമുക്കൊന്ന് പറഞ്ഞോളൂ. ഒരു വിത്തിൻ 2 days നമുക്ക് മുസ്തഫ അതിൻ്റെ വാട്സപ്പിൻ്റെ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് എന്താ ലിങ്ക് പോകും അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെയാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ റെക്കോർഡിംഗ് എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വെക്കാം. ഓക്കെ. ഓക്കെ. അഥവാ ഇൻ കേസ് നിങ്ങൾ റെക്കോർഡ്സ് എന്തെങ്കിലും യൂസേഴ്സിന് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റിൽ നമ്മൾ ആ യൂസർ ആക്സസ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, ആ ഒരു ഏരിയ നിങ്ങൾ കട്ട് ചെയ്തിട്ട് യൂസേഴ്സിന് ഷെയർ ചെയ്താൽ മതി. അവർക്ക് സെറ്റിംഗ്സിലുള്ള ആക്സസ് ഉണ്ടാവില്ല, എന്നാൽ പോലും ജസ്റ്റ് ആ ഒരു ഏരിയ കണ്ടിന്യൂ വെച്ച് പറഞ്ഞെന്നുള്ളൂ, നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെയാണ്. ഓക്കെ ശരി. താങ്ക് യു ബ്രോ. ഏകദേശം ഫുൾ സെറ്റ് ആണ്. ഓക്കെ ഓക്കെ. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ടൈം. ഓക്കെ ബൈ. താങ്ക് യു ബൈ.